നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, പത്തനംതിട്ടക്കാരനാകുമ്പോൾ ശബരിമലയുമായി കൂടുതൽ ബന്ധമുള്ള ആൾ എന്ന തരത്തിൽ കൂടി ശബരിമല അല്ലെങ്കിൽ വിവരങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾ കൂടിയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തി, തന്ത്രി അറസ്റ്റിലായപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ 1.25 മാസം മുമ്പാണ് നമ്മൾ ആദ്യം 2 തവണ ചർച്ച ചെയ്തത് ഈ അന്വേഷണം തന്ത്രി അറിയാതെ മോഷണം നടക്കുമോ എന്നുള്ളതും താഴ്മൺ കുടുംബത്തിലേക്ക് കൂടി അന്വേഷണം എത്തണ്ടേ എന്നുള്ള വിഷയമൊക്കെ. ഇപ്പോൾ എന്തായാലും അന്വേഷണം അവിടെ എത്തിയിരിക്കുന്നു. തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലർക്ക് അപ്പോൾ വല്ലാതെ പൊള്ളുന്നു. എന്തുകൊണ്ടാണ്? നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും തോന്നരുത്. അയ്യോ ഇല്ല, ചോദിച്ചു. ഈ ശബരിമലയിൽ ഈ തന്ത്രി ഇപ്പൊ പിടിച്ചല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ. അതെ, അദ്ദേഹം കള്ളനായിട്ടില്ലേ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത്? നമുക്ക് ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ ഷാജി. ഇപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തു, അപ്പോൾ സംശയമുണ്ട് അവർക്ക്, അതുകൊണ്ടാണ് അന്വേഷണ സംഘം അറസ്റ്റ്, പിന്നീട് തെളിയിക്കേണ്ടതാണ്. അതെ, ഓക്കെ, അദ്ദേഹം കള്ളനല്ല, ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ തന്ത്രിയുടെ ജോലി എന്തുവാ ശബരിമലയില്? ഈ സ്വർണത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ വയ്യാത്ത ആളാണോ പുള്ളി? സ്വാഭാവികമായും കോമൺ ലോജിക്ക് വെച്ചിട്ട് പുള്ളി ഇതെല്ലാം അറിയേണ്ട ആളാണ്. പുള്ളി അത് അറിഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പതുവും പിന്നെങ്കിൽ മുൻ MLA പിടിച്ചു, പിന്നെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം തന്ത്രിയെ പിടിച്ചു, അതിനുമ്പ് പിന്നെ വേറെ 2-3-5 പേര് പിടിച്ചു, അവരെല്ലാം ജയിലിൽ കയറി കിടക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇവരാരും അല്ല കുറ്റക്കാരൻ. ഈ ശബരിമലയിൽ അയ്യപ്പൻ തന്നെയാണോ പ്രതി? അങ്ങനെയാണെങ്കിൽ ആണോ? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾ ആരെ എന്നൊക്കെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. ഇവന്റെ എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ, ഞാൻ ശരി, ഇവന്റെ എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ പണങ്ങളും സ്വത്തുക്കളും എല്ലാം അവിടുന്ന് മോടിച്ചിട്ടുണ്ട്. യാതൊരു മാറ്റവും ഇല്ല, ഒരു സംശയവും വേണ്ട. ലക്ഷങ്ങളും കോടികളും സ്വർണങ്ങളും എല്ലാം അവിടുന്ന് തട്ടിയെടുത്തിട്ടുണ്ട്, യാതൊരു സംശയവും വേണ്ട. ഈ BJP, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ പോവാ. BJPക്കാര് എന്തിനാ തന്ത്രിയുടെ വീട്ടിൽ പോയെന്ന് ഒരു വാർത്ത വന്നല്ലോ. BJPക്കാർ ഇതിനെ എതിര് നിൽക്കുന്നവര്, ഇവർക്ക് ഇവിടുന്ന് ഒരു MLA ഇനി കിട്ടുമോ? നാളെ ആഭ്യന്തരമന്ത്രി വരുവാ, അമിത്ഷാ. എന്തിനു വരുവാ? ആർക്ക് പിന്തുണ കൊടുക്കാന്? ഈ അമിത്ഷായെ എന്തിനു വരുവാന്ന് ചോദിക്ക്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സ്വർണം എവിടെ പോയി? ആര് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയോ? സാറ് കൊണ്ടുപോയോ? അതോ ഈ നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ടുപോയോ? അപ്പൊ ഇവര് എന്തിനു വേണ്ടി നടക്കുക? എന്തോ ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങള്? ഇവിടെ ഞങ്ങൾ കൂടുതൽ കുറെ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജിയോട് ഞങ്ങളും സംസാരിക്കാൻ പോവാ. കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി തുടർച്ചയായിട്ടുള്ളത് ആ കുടുംബമാണ്. ബാക്കി ദേവസ്വം ബോർഡ് മെമ്പർമാർ ചെറിയ കാലത്തേക്ക് വരുന്ന ആളുകളാണ്, ഉദ്യോഗസ്ഥരായാലും ചെറിയ കാലത്തേക്ക് വരുന്നവരാണ്. ഈവൻ ശബരിമല മേൽശാന്തി പോലും ഇടവേളകൾ വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഇവർ, എല്ലാത്തിനും അവകാശ ഉള്ള ഇവർ ഇതൊന്നും അറിഞ്ഞില്ല, അവരാരും കള്ളന്മാരല്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? നമസ്കാരം. നമസ്കാരം. സുഖമാണോ? സുഖമാണ്, പറഞ്ഞോളൂ. ഓക്കെ സാറേ, നമ്മള് ഈ തന്ത്രിയെ പിടിച്ചപ്പോ ചിലതൊക്കെ പൊള്ളുന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷേ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം അനുഭവിക്കണം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഗോവില് ശബരിമല ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ പോറ്റി. പക്ഷേ ദേവസ്വം ബോർഡ് ഇന്ന് കേരളത്തില് ജനാധിപത്യ രീതിയിൽ ഭരണം വന്നപ്പോൾ, രാജഭരണം മാറിയപ്പോൾ കുറെ കാലം ശേഷം ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് വന്ന കാലകാലങ്ങളിൽ കേരള ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് അധികാരികൾ, ഭരണാധികാരികൾ ദേവവിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറയും പോലെ കേട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ബാക്കിയവസ്ഥാനം 8-9 വർഷക്കാലമായി ശബരിമലയില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമാണ്. തന്ത്രി ആയാലും മേൽശാന്തി ആയാലും ആരായിരുന്നാലും അവർ വന്ന കാര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെല്ലാം ഈ കള്ളം തരം മോഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് ഇദ്ദേഹം അറിയുന്നില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അദ്ദേഹം അനുഭവിക്കണം. പക്ഷെ ഇപ്പോഴും പറയുന്നു ഞാൻ കിരൺ ബാബുവിന് അറിയാലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധത വന്നിട്ടുള്ളൂ, ഏകദേശം കാര്യങ്ങളും. പക്ഷെ ഞാൻ ഇപ്പം പറയുന്നു, 10 വോട്ടിന് വേണ്ടി അന്ന് സ്ത്രീകളെ കൊണ്ട് ശബരിമല കയറ്റി അന്ന് നശിപ്പിച്ചു. അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ ഗവൺമെന്റ്, 7 വർഷ ഗവൺമെന്റ്, ദേവവിശ്വാസം ഇല്ലാത്ത ഗവൺമെന്റ് ഇതും കൂടി നശിപ്പിച്ചുകൊണ്ട് ഇതും അവസാനം പോറ്റി കയറ്റിട്ടിട്ട് മറ്റുള്ളവർ ഇറക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥന്മാരിൽ CPM-ന്റെ SO5 മുതൽ
എന്താ പറയാ SFI മുതൽ DYFI വരെ പ്രവർത്തിച്ച് വന്ന 2 ഉദ്യോഗസ്ഥന്മാരിപ്പുണ്ട്. അത് കോടതിക്കും അറിയാം. ഈ 2 ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയിൽ ഈ വിവരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയും ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റണമെന്ന ആവശ്യം അടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ല, അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും പരിശോധിക്കുന്നത്, നമ്മളല്ല. അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അന്വേഷണം നടക്കുന്നത്, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നൊക്കെ പറയുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിയന്ത്രണം പൂർണ്ണമായും ഹൈക്കോടതിക്കാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളെങ്ങനെയാണ് പറയുന്നത് അത് അവർ SFIക്കാരായിരുന്നോ അല്ലെങ്കിൽ മറ്റാൾക്കാരായിരുന്നോ? അങ്ങനെ മുൻകാലങ്ങളിൽ അവർ ഏതെങ്കിലും SFIക്കാരായിക്കോട്ടെ, എനിക്കറിയില്ല. SFIക്കാരായാലും അതൊരു തെറ്റാണോ? ഇല്ല സാർ, ഞാൻ പറഞ്ഞ സാറ് കേൾക്കണം. ഞാൻ സമയം അതങ്ങനെ ഇറക്കി സംസാരിക്കാത്തത്. സാറ് കോടതിക്ക് തെളിവാണ് ആവശ്യം. നല്ല ദശയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിക്ക് ബോധ്യമായി. പക്ഷെ കോടതിക്ക് മറ്റേ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. കോടതിക്ക് തെളിവാണ്. കോടതി അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് നിങ്ങൾ ഇന്നത് അന്വേഷിച്ചോ, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിലൊക്കെ കോടതി ചോദിച്ചല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ എന്താണ് നിങ്ങൾ അവിടേക്ക് അന്വേഷണം എത്താത്തതെന്ന് ചോദിച്ചല്ലോ. അതേ കോടതി തന്നെയല്ലേ പറഞ്ഞത് ഈ അന്വേഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്, അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ കോടതിയുടെ നിയന്ത്രണം നടക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് ബോധ്യം വേണ്ടത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യണമെന്ന് എന്തുകൊണ്ട് കോടതി ചോദിച്ചപ്പോൾ കോടതി ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ല? കോടതിയിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്തേനെ. കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും തെളിവുകൾ കിട്ടി കാണത്തില്ല. കടകംപള്ളിക്കാണോ തന്ത്രിക്കാണോ ശബരിമലയുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്? മിസ്റ്റർ കിരൺ ബാബു, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ആചാരരംഗം നടത്തിയ ആ പേരിൽ പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനെയും മറ്റുള്ള ഇപ്പൊ ഇരിക്കുന്ന ആചാരലംഘനം നടത്തിയത് കുറെ ആചാരങ്ങളൊക്കെ ലംഘിക്കണം. അങ്ങനെയൊക്കെ ലംഘിച്ച് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി ഇവരാരും ആചാരങ്ങൾ നടത്തിയിട്ടില്ല, അതിനുള്ള ധൈര്യമൊന്നും അവരാരും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആചാരങ്ങളൊക്കെ ലംഘിച്ചാണ് ഞാനും ശിവദാസനും ഒക്കെ ഈ നിലയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത്. ആചാരലംഘനം രക്ഷപ്പെടുത്തുള്ള ഒരിക്കലും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഹിന്ദുവിന്റെയും മതം ആചാരലംഘനം മാറ്റാൻ പാടില്ല. ഈ നാട്ടിലെ ആചാരങ്ങൾ ഒരു അരനൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ആചാരങ്ങൾ, ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ ശ്രീ ശിവദാസൻ അറിയാമല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അഭിമാനപൂർവ്വം നടക്കുന്നത്. ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലംഘിച്ച് തന്നെയാണ് മുന്നോട്ട് ഈ ലോകം പോയിട്ടുള്ളത്. അതിനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട് ഇവരെ കുറിച്ച്. വിശ്വാസമില്ലാത്തവരാണ് സാറേ. മറ്റുള്ള ആൾക്കാർ ഞാൻ കോൺഗ്രസ് ആണോ MS പറഞ്ഞല്ല. ഈ 9 വർഷക്കാലം കൊണ്ടാണ് കേരളത്തിലെ ദേവവിശ്വാസം നഷ്ടപ്പെടുത്തിയത്. ഈ ഗവൺമെന്റിന് ശേഷമാണ്. ശിവദാസൻ, ഈ 9 വർഷക്കാലം കൊണ്ട് ഓരോ കൊല്ലം ശബരിമല വരുന്ന ഭക്തരുടെ എണ്ണം കൂടുകയാണ്. ശബരിമല പരാതികളില്ലാതെ അവിടെ ദർശനം തുടരുകയാണ്. കൊണ്ടുനിർത്തി കേസരി വാങ്ങിച്ചു കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന് കോവിലിൽ കയറ്റിയവും ദേവവിശ്വാസികൾ. ഇത് ദൈവം പൊറുക്കോ? ദൈവം പൊറുക്കുമോ ഇല്ലയോ കാര്യം ദൈവം തീരുമാനിക്കാതെ എനിക്കറിയില്ല. ദൈവത്തിന്റെ പൊറുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള ആളല്ല. ശരിയല്ലേ പറയുന്നത്? ശരി ശിവദാസൻ, എന്തായാലും താങ്കൾ പറയുന്നത് അത്ര ശരിയാണ്. ഞാൻ കുറ്റപ്പെടുത്തി. എനിക്ക് അറിവ് നിങ്ങൾ തരണം, അറിവ് തരണം. ആചാരലംഘനമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. ആചാരങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ലംഘിച്ച എനിക്ക് അറിവില്ല. ഇനി ആചാരങ്ങൾ ലംഘിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു. ഈ നാട്ടിൽ ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകക്രമം ഉണ്ടായത് ഒരുപാട് ആചാരങ്ങൾ ലംഘിച്ചാണ് എന്നുകൂടി പറഞ്ഞു. ശരി ശ്രീ ശിവദാസൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചിത്രയാണ് പാലക്കാട് നിന്നും. ശ്രീമതി ചിത്ര, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മന്ത്രിക്കെതിരെ ആരോപണം വരുമ്പോൾ, ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ സംശയമുന്നിൽ അവരെയൊക്കെ നിർത്തിയ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ ഉണ്ടാവാത്ത ചില പ്രശ്നങ്ങൾ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ചില കോണുകളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുന്നു, എന്താവും കാരണം? ശ്രീരാജനാണ് തൃശ്ശൂരിൽ നിന്ന്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. പറഞ്ഞോളൂ താങ്കൾ. ഇതിലിപ്പോ നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട്. അതിപ്പോ തന്ത്രി ഇപ്പോ SITയുടെ കയ്യിൽ പെട്ടതുകൊണ്ട് പറയല്ല. ഇപ്പൊ കേരളത്തിൽ എന്ന് വയ്ക്കുമ്പോ ഒരു തന്ത്രിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടാൽ ഇത് തെറ്റാണെങ്കിൽ കേരളം മൊത്തം ഇളകും. പക്ഷെ ഇത് ഒരു കോടതി നിയമിച്ച ഒരു സംഗതിയാണ്. അത് അന്വേഷണം നടത്തുന്നവരെ ഒരു രാഷ്ട്രീയമോ ഒരു കാര്യമോ അതിൽ ഇടപെടാൻ പാടില്ല. ഇപ്പൊ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ നിഷ്പക്ഷമായിട്ടുള്ള ഭക്തന്മാരായിക്കോട്ടെ, എന്താ നമുക്കൊരു ക്ഷമയില്ലാത്തത്? ഇപ്പൊ തന്ത്രി സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മാനസിക വിഷമമായി തോന്നിയത്. കാരണം ഇദ്ദേഹം അത് ചെയ്യില്ല എന്ന് എന്റെ മനസ്സിലുണ്ടെന്നേ. അപ്പോ ഇത് കാണാതെ, ഇത് കേൾക്കാതെ, ഇത് പിണറായി വിജയന്റെ കളിയാണ്,
ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ്. ഇപ്പൊ CPM പങ്കുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ CPM മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി വക്താക്കൾ ഇതിനെതിരെ ശബ്ദമുയർത്തുമോ? അത് അതിന്റെ വഴിക്ക് പോകട്ടെ. എന്തേ, അതല്ലേ നമ്മൾ കേരളം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.